നമസ്കാരം. ഈ വർഷത്തെ IPL സീസണിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, രാജസ്ഥാൻ റോയൽസ് എന്നീ രണ്ട് ഫ്രാഞ്ചൈസികൾ പുറത്തായി. രണ്ടും IPL ഇതിനു മുമ്പ് വിജയിച്ച ടീമുകളാണ്. ഈ രണ്ട് ഫ്രാഞ്ചൈസികളും പുറത്തായി കഴിഞ്ഞു. ചെന്നൈ ആവട്ടെ അവരുടെ IPL കരിയറിലെ തന്നെ ഏറ്റവും വലിയ മോശം ഫോമിലാണ് നിൽക്കുന്നത്. രാജസ്ഥാൻ ആവട്ടെ തകർന്ന് മണ്ണടിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ. രാജസ്ഥാൻ 11 കളികൾ കളിച്ചതിൽ നിന്ന് ആകെ ജയിച്ചത് 3 മത്സരങ്ങളാണ്. എവിടെയാണ് ഈ രണ്ട് ഫ്രാഞ്ചൈസികൾക്കും അബദ്ധം പറ്റിയത് അല്ലെങ്കിൽ തെറ്റുപറ്റിയത് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാം. പറയുന്ന പോയിന്റുകളിൽ നിന്നും കൂടുതലായി ഒരുപാട് പോയിന്റുകൾ കാണും. അതെല്ലാം നിങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. രാജസ്ഥാനിലേക്ക് വരാം. ആദ്യം തന്നെ സഞ്ജുവിൻ്റെ അഭാവം. ആദ്യത്തെ മത്സരങ്ങളിലൊന്നും റിയാൻ പരാഗ് ആയിരുന്നു ക്യാപ്റ്റനായിരുന്നു ആദ്യത്തെ 3 മത്സരങ്ങളിൽ നിന്ന്. പിന്നീട് സഞ്ജു ക്യാപ്റ്റനായി. പിന്നീട് സഞ്ജുവിന് വീണ്ടും പരിക്ക് പറ്റിയപ്പോൾ റിയാൻ പരാഗ് ക്യാപ്റ്റനായി. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ക്യാപ്റ്റൻ്റെ കുറവ് വലിയ രീതിയിൽ രാജസ്ഥാൻ ഉണ്ടായിരുന്നു. രാജസ്ഥാൻ്റെ ആ പ്രശ്നം മാത്രമായിരുന്നില്ല, രാജസ്ഥാൻ്റെ മാനേജ്മെൻറ്റിനുള്ളിലെ പ്രശ്നങ്ങൾ, സംസാരങ്ങൾ, തർക്കങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിനിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പിന്നാമ്പുറത്തെ കാഴ്ചകൾ. പക്ഷേ നമ്മൾ മത്സരത്തെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് സംസാരിച്ചാലോ, നമ്മുടെ മുന്നിലുള്ള കളികളിൽ നിന്ന് മാത്രം നമുക്ക് ഒരു വിശകലനം ചെയ്താലോ. ഒന്നാമത്തെ പ്രശ്നം അവർക്ക് പറ്റുന്നത് IPL ഓപ്ഷനിലാണ്. അതായത് മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ രാജസ്ഥാൻ അടിപറ്റിപ്പോയി എന്നുള്ളതാണ്. 120 കോടി പേഴ്സിൽ 79 കോടി രൂപയ്ക്ക് അവർ 6 പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, സിമ്രാൻ ഹെറ്റ്മയർ, ധ്രുവ് ജുറേൽ, സന്ദീപ് ശർമ്മ, റിയാൻ പരാഗ്, ഈ 6 പ്ലെയേഴ്സിനെയും അവർ റീറ്റെയിൻ ചെയ്തത് 79 കോടി രൂപയ്ക്കാണ്. ഇനി ഈ സീസണിൽ ഇവരെല്ലാം ചെയ്ത പെർഫോമൻസുകളൊന്നും നോക്കിക്കേ. സിമ്രാൻ ഹെറ്റ്മയർ, ധ്രുവ് ജുറേൽ, ഈ 2 പ്ലെയേഴ്സും രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിൻ്റെ 7 അയലത്തുള്ള ഫോമിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അവർക്ക് 2 പേർക്കും ഈ സീസണിൽ ഉടനീളം അടിപതർന്ന കാഴ്ച. റിയാൻ പരാഗ് ഇടയ്ക്ക് മത്സരങ്ങൾ തിളങ്ങുമെങ്കിൽ പോലും പിന്നീട് പരാജിതനായി. സഞ്ജുവിൻ്റെ കാര്യം പരിക്ക് കാരണം ആ വെള്ളത്തിൽ അങ്ങ് പോവുകയും ചെയ്തു. യശസ്വി ജയ്സ്വാൾ മാത്രമാണ് ഒരറ്റത്ത് നിന്നൊന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കുകയും ചെയ്തത്. സന്ദീപ് ശർമ്മയാവട്ടെ ഇടയ്ക്ക് ചില മത്സരങ്ങളിൽ ഡെത്ത് ഓവേഴ്സിൽ സ്പെഷ്യലിസ്റ്റായി മാറുമ്പോൾ അതേ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് അവസാന ഓവറുകളിൽ റണ്ണ് വിട്ടുകൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രധാന പ്രശ്നമായി മാറിയത് പോലും ഈ IPL ഓപ്ഷൻ ടേബിളിലാണ്. വിട്ടുകൊടുത്ത പ്ലേയേഴ്സിനെ പറ്റിയും സംസാരിക്കണമല്ലോ. ജോസ് ബട്ട്ലർ, യുസ്വേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട്, രവിചന്ദ്രൻ അശ്വിൻ, ഈ 4 പ്ലെയേഴ്സിനെയും ഇവർ വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ IPL ഓപ്ഷൻ ടേബിളിൽ രാജസ്ഥാൻ ഒരു കുഴി കുഴിച്ച് സ്വയം മൂടുകയാണ് എന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക് വരുമ്പോൾ അത് ആവർത്തിക്കുകയും ചെയ്തു. ഓൾറൗണ്ടർമാരുടെ അഭാവം രാജസ്ഥാന് ചെറിയ രീതിയിലൊന്നുമല്ല പ്രശ്നം പറ്റിപ്പോയത്. എടുത്തു പറയാനായിട്ടൊരു ഓൾറൗണ്ടർ രാജസ്ഥാൻ ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കാരണം അവർക്ക് ഓൾറൗണ്ടർ ഇല്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഓൾറൗണ്ടേഴ്സ് ഇല്ലാതെ, ഒരു വലിയ ബിഗ് ഹിറ്റർ ഇല്ലാതെയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലേക്ക് വന്നത്. എന്തൊരു അപകടകരമായ സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ച് നോക്കിയേ. സിമ്രാൻ ഹെറ്റ്മയറിനെ മാറ്റി നിർത്തിയാൽ രാജസ്ഥാൻ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ബിഗ് ഹിറ്റർ ആ ടീമിലേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ജോഫ്ര ആർച്ചറിനെ ഓൾറൗണ്ടറായിട്ടൊക്കെ കൂട്ടാൻ നോക്കിയ രാജസ്ഥാൻ അവിടെയും അടിപറ്റിപ്പോയി. ജോഫ്ര ആർച്ചറിനെ ബാറ്റിങ്ങിൽ വേണ്ട രീതിയിൽ അങ്ങനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും വാസ്തവമാണ്. വൈഭവ് സൂര്യവംശിയെ ടീമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും കളിപ്പിച്ച് തുടങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റുമായി. അങ്ങനെ രാജസ്ഥാൻ മാനേജ്മെൻറ്റിന് കൃത്യമായൊരു പ്ലേയിങ് 11 ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ബാറ്റിംഗ് ഉണ്ട്, ബൗളിംഗ് ഉണ്ട്, എന്നാൽ ഓൾറൗണ്ടർ ഉണ്ടോ? ഇല്ല. ബിഗ് ഹിറ്റേഴ്സ് ഉണ്ടോ? ഇല്ല. അതായിരുന്നു അവസ്ഥ. അതോടൊപ്പം തന്നെ വിശ്വാസം പുലർത്തിയിരുന്ന് ടീമിലേക്ക് കൊണ്ടുവന്ന ആളുകൾ അവരെല്ലാവരും തിരിച്ച് ചതിക്കുകയും ചെയ്തു. ഫോമില്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാജസ്ഥാൻ മൊത്തത്തിൽ ഒന്ന് അടിപറ്റിപ്പോയി.